നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സമ്പൂർണമായ ഒരു കേരള ചരിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സമ്പൂർണമായ ഒരു കേരള ചരിത്രം സാധ്യമാകുമോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏറെക്കുറെ പൂർണ്ണമായ ഒരു ചരിത്രത്തിലേക്ക് നീങ്ങാൻ നമുക്ക് കഴിയും. എന്നാൽ വിട്ടുപോയ പല കണ്ണികളെയും കൂട്ടിച്ചേർത്താൽ മാത്രമേ അത് സാധ്യമാവൂ. മധ്യകാല കേരളത്തിൻ്റെ ചരിത്രം അത് പൂർണ്ണമാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറെക്കുറെ പൂർണ്ണമാക്കാൻ കഴിയുന്ന ഒന്നാണ് പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന കട്ടിൽമാടം. ആളുകളുടെയും അധികൃതരുടെയും ഒക്കെ അവഗണനയേറ്റ് നാളുകളായി തകരാതെ സ്വയം കാത്തു സൂക്ഷിക്കുകയാണ് കട്ടിൽമാടം. ആൽമര പാതയുണ്ടായിരുന്ന പഴയ കാലഘട്ടം മുതൽ ഇന്നത്തെ ആധുനിക പാത ഉള്ള ഈ സമയം വരെ ഇത് നിലകൊള്ളുകയാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നു കട്ടിൽമാടം പൊളിച്ച് മറ്റൊരു സ്ഥലത്താക്കും എന്ന്. ഈ കട്ടിൽമാടം എന്താണ്, ഏതാണ് എന്നൊന്നും നിശ്ചയമില്ലാതെയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് സംരക്ഷിക്കാനാണെങ്കിലും അല്ലെങ്കിലും കട്ടിൽമാടം ഈ സ്ഥലത്ത് നിന്ന് പൊളിച്ചു മാറ്റി മറ്റൊരിടത്തേക്ക് പണിയുന്നത് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നത് ചരിത്രത്തോടുള്ള നീതിയാണെന്ന് കരുതുന്നില്ല. അത് കേവല സംരക്ഷണം മാത്രമാണ്. ആലിൻ്റെ ചുവട്ടിൽ അവഗണനയേറ്റ് കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും സർക്കാർ മുൻകൈയെടുത്ത് ഏറ്റവും ഭംഗിയുള്ള അവസ്ഥയിലേക്ക് കട്ടിൽമാടത്തെ പുനഃസ്ഥാപിക്കുകയും ഒപ്പം നമ്മുടെ ഈ കേരള പൈതൃകത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളൊന്നായ ഈ മഹത് സ്മാരകം എല്ലാവരും പരിലാളനമേറ്റ് സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കട്ടിൽമാടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ചരിത്ര സ്മാരകങ്ങൾക്ക് പേരുകേട്ട പാലക്കാട് ജില്ലയിലാണ് കട്ടിൽമാടം സ്ഥിതി ചെയ്യുന്നത്. കട്ടിൽമാടം എന്ന പേരിന് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന്, 4 ഭാഗങ്ങളോട് കൂടിയ ഈ പ്രദേശം കട്ടിൽ എന്ന് അറിയപ്പെടുന്നു. കട്ടിലിൽ കെട്ടിയുണ്ടാക്കിയ മാടം അല്ലെങ്കിൽ ഗോപുരം എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് നമുക്ക് ഇവിടെ കാണാം. ഇതിലൊരു വലിയ ഡൂമുണ്ട്. ഇനി അതല്ല, കാട്ടിൽ ഉണ്ടായിരുന്ന മഠം എന്നത് ലോപിച്ചിട്ടാണ് കട്ടിൽമാടം എന്നായതെന്നും പറയപ്പെടുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട നാഗലശ്ശേരി പഞ്ചായത്തിലാണ് ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ പട്ടാമ്പിക്കും കുട്ടനാടിനും ഇടയിലായിട്ടാണ് ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പട്ടാമ്പിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അടുത്താണ് ഈ സ്മാരകമുള്ളത്. കൂട്ടുപാത ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ആകാര ഭംഗിയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ഇതൊരു ജൈനക്ഷേത്രമാണ് എന്നുള്ളത്. കേരളത്തിലെ പാലക്കാടും വയനാട്ടിലും മറ്റ് പലയിടങ്ങളിലും ജൈനക്ഷേത്രങ്ങളുടെ അവശേഷിപ്പുകൾ കാണാവുന്നതാണ്. ജൈനർ എന്ന് പറയുന്നത് അവർ വ്യാപാരികളാണ് അല്ലെങ്കിൽ വണിക്കുകളാണ്. ജൈനമത വിശ്വാസികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവരിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അവരുടെ കഴിവുകളിലാണ് വിശ്വസിക്കുന്നത്. അവരെ ഇതിനായിട്ട് പ്രേരിപ്പിച്ച നയിച്ചവരെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് ടീച്ചർ അല്ലെങ്കിൽ കടത്തുകാരൻ എന്നൊക്കെയുള്ള അർത്ഥം നമുക്ക് കൽപ്പിക്കാം. തീർത്ഥങ്കരന്മാർ 24 പേരാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ തീർത്ഥങ്കരനായ വർത്തമാന മഹാവീരന് ശേഷമാണ് ജൈനമതം ഇത്രയും വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ടത്. ഏകദേശം 2300 വർഷത്തിലേറെ പഴക്കം ജൈനമതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിനുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ കേരളമടക്കം നിരവധി പ്രദേശങ്ങളിൽ ജൈനമതം വ്യാപിച്ചിരുന്നു. ജൈനമത വിശ്വാസികൾ വണിക്കുകളാണ് അല്ലെങ്കിൽ വ്യാപാരികളാണ്. അവർ എല്ലാ ദേശത്തും സഞ്ചരിച്ചിരുന്നു. അങ്ങനെ പഴയ ആൽമര പാത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആല് നട്ടതിന് ശേഷം അല്ലെങ്കിൽ അത് വളർന്നതിന് ശേഷം അതിന്റെ അടുത്ത് തന്നെ ദൂരെ കാണാവുന്ന രീതിയിൽ മറ്റൊരാൾ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ ആലുകൾ തമ്മിൽ എപ്പോഴും ഒരു ബന്ധമുണ്ടായിരിക്കും. ആ ബന്ധങ്ങൾ വെച്ചാണ് ആളുകൾ സഞ്ചരിക്കുക. പഴയ ആൽമരപ്പാതയുടെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു ജൈന ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഒരു ജൈന നിർമ്മിതിയാണ് കട്ടിൽമാടം എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഇതിനുള്ളിൽ ഇപ്പോൾ ബിംബങ്ങളോ മറ്റ് പ്രതിഷ്ഠകളോ ഒന്നും തന്നെയില്ല. സമചതുരത്തിലുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. 10 അടിയോളം വരുന്ന സമചതുരത്തിൽ അതിന്റെ ഉയരവും ഏകദേശം സെയിമാണ്. ചുരുക്കി പറഞ്ഞാൽ 4 വശവും 10 അടി. അതിന്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഇപ്പോൾ കാണാവുന്നത് പോലെ ഉള്ളിലും
ഏതാണ്ട് 10 അടിയിലേറെ ഉയരമാണ്. ഇത് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയമില്ല. ഒരു ചരിത്ര പുസ്തകങ്ങളിലും തന്നെ ഇത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ആകെ നമുക്ക് കാണാൻ കഴിയുക ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിൽ നിന്നും പുറത്തിറക്കിയ എച്ച് സർക്കാരിന്റെ ആൻ ആർക്കിടെക്ചറൽ സർവേ ഓഫ് ടെമ്പിൾസ് ഓഫ് കേരളയിൽ കട്ടിൽമാടത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. 1978 പുറത്തിറങ്ങിയ പുസ്തകമാണിത്. എച്ച് സർക്കാരിന്റെ നിരവധി പുസ്തകങ്ങൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കറിയാം, ഇത് 1956 സംരക്ഷിത സ്മാരകമായിട്ടും 2004 പുരാവസ്തു വകുപ്പും ഒക്കെ ഏറ്റെടുത്തായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇത് എന്നും അവഗണനയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് ഏതെങ്കിലും പ്രദേശത്തായിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ഒരു യൂറോപ്യൻ പ്രദേശത്തായിരുന്നെങ്കിൽ ഇത് ഈ നിലയിലല്ല, വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് എല്ലാവരെയും ആകർഷിക്കുന്ന നിലയിലേക്ക് ഇത് വന്നേനെ എന്നുള്ളത് തീർച്ചയാണ്. യൂട്യൂബ് വീഡിയോസ് എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് വീഡിയോകൾ കട്ടിൽമാടത്തെക്കുറിച്ച് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ കട്ടിൽമാടം എന്ന് പറയുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉള്ള വലിയൊരു സങ്കല്പമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പൊതുവെ അനുമാനിക്കപ്പെടുന്നത് 9-ാം നൂറ്റാണ്ടിലെ ഒരു നിർമ്മിതിയായിട്ടാണ് പറയുക. ഇത് പല ഐതിഹ്യങ്ങളുമുണ്ട്. ഒരുപക്ഷെ ആ ഐതിഹ്യങ്ങൾ കൊണ്ടായിരിക്കും ഇത്രയും കാലം കേടുകൂടാതെ ഇത് അതിജീവിച്ചു നിന്നത്. പട്ടാമ്പിയിലെ കൈതളി ക്ഷേത്രത്തിന്റെ ഗോപുരമായിട്ട് ഇത് ഉണ്ടാക്കിയതാണ്. അതുണ്ടാക്കിയത് പരമശിവന്റെ ഭൂതഗണങ്ങളാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഭൂതഗണങ്ങൾ ഇത് പണി കഴിപ്പിച്ചത്. പണി കഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി കോഴി കൂവിയപ്പോൾ നേരം വെളുത്തു എന്ന് ഓർത്ത് അവ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഐതിഹ്യങ്ങൾ വന്നതുകൊണ്ട് ആളുകൾ ഇതുവഴി വരാനും ഇതിൽ എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാനും ഭയപ്പെട്ടിരുന്നു, ഭൂതങ്ങളുടെ സംരക്ഷണയിലുള്ള ഒരു ടെമ്പിൾ എന്ന നിലയിൽ. അതുകൊണ്ടായിരിക്കാം ഇത്രയും കാലം ഇതിനെ കാത്തു പരിപാലിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ തർക്കമില്ല. ഈ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ പേര് തന്നെ നാഗവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി കാണാം. അതിനാൽ തന്നെ പാർശ്വനാഥന്റെ ദേവതയായ നാഗവുമായിട്ട് ബന്ധം വരുന്നതുകൊണ്ട് തന്നെ പഴയ കാലത്ത് വൈദിക മതമൊക്കെ വ്യാപകമാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ജൈന കേന്ദ്രമാവാം, അല്ലെങ്കിൽ ജൈനന്മാരുടെ ഒരു എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരിക്കാം എന്നുള്ളതിന് നമുക്ക് തർക്കമൊന്നുമില്ല. മറ്റു ചിലർ പറയുന്നത് ഇതിന്റെ ചുവട് എന്ന് പറയുന്നത് മണ്ണുകൊണ്ടുള്ളതിനാൽ ഇതിനുള്ളിൽ ഒരു മണിക്കിണർ ഉണ്ടായിരുന്നു എന്നും ആ മണിക്കിണർ ഒരു തുരങ്കപാതയുടെ മുഖമായിരുന്നു എന്നും ഒക്കെയാണ് പറയുക. തീർച്ചയായിട്ടും അത്തരം നിഗമനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സംരക്ഷിത സ്മാരകം ഇവിടെ നിന്ന് മാറ്റി വേറെ ഒരിടത്ത് പുനഃപ്രതിഷ്ഠിക്കും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. റോഡിനു വേണ്ടി പുരാതന സംരക്ഷണ സ്മാരകം ഇത് കളയാതിരുന്നാൽ തന്നെ വലിയ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഇത് സംരക്ഷിക്കാൻ എന്ന പേരിൽ വേറെ ഒരു നല്ല സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചാൽ, അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ അതിന് എന്ത് അർത്ഥമാണ് ഉള്ളതെന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഈ സ്മാരകം ഇവിടെ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളതിൽ തർക്കമില്ല. ഇതിനു വേണ്ടി മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് പറയുക. ഒരുപക്ഷെ ഫ്ലൈ ഓവർ നിർമ്മിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗം ഉപയോഗിച്ചോ ഈ സ്മാരകം ഇവിടുന്ന് മാറ്റാതെ തന്നെ റോഡ് വികസനം കൊണ്ടുവരിക. ഇതിന്റെ സൈഡിൽ നിൽക്കുന്ന ഈ ആല ഒന്നും വെട്ടാതെ ഇവിടെ റോഡ് വികസനം കൊണ്ടുവരിക. അതിനുള്ള അവബോധം, നമുക്ക് ചരിത്രത്തോടുള്ള അവബോധം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഇതിന്റെ ടെസ്റ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. 900 വർഷം മുതൽ 1300 വർഷം വരെയൊക്കെ ഇതിന് പഴക്കം പറയുന്നുണ്ടെങ്കിലും ചോള, പല്ലവ, ചാലൂക്യ, പാണ്ഡ്യ നിർമ്മിതിയൊക്കെ ഇതിനെക്കുറിച്ച് പലരും അനുമാനിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിശദമായ ഒരു പഠനം ആവശ്യമാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാടങ്ങളുള്ള പ്രദേശത്ത് എങ്ങനെയാണ് ഇത്രയും കരിങ്കല്ലിൽ കീറിയെടുത്ത, വലിയ കരിങ്കല്ലിൽ കീറിയെടുത്ത ഈ കോവിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രം പണിതത് എന്നുള്ളത് നമുക്ക് വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്. തമിഴ്നാട്ടിൽ ഇത്തരം കല്ലിൽ കെട്ടിയ നിരവധി കോവിലുകൾ ഇപ്പോഴും കാണാം. തമിഴ്നാട്ടിലെ കല്ലിൽ തുളച്ചെടുക്കുന്ന അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയെടുക്കുന്ന കോവിലുണ്ട്, കുടവരൈ കോവിൽ. ഇത് കട്രൈ കോവിൽ, കെട്ടിയുണ്ടാക്കുന്ന കോവിൽ. തീർച്ചയായിട്ടും ഈ സ്മാരകം വളരെ നന്നായിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിന്റെ കേടുപാടുകളൊക്കെ പരിഹരിച്ച്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇതിന്റെ ഡൂമിൽ നിന്നും ഒരു ഭാഗം അടർന്നു വീണത് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാം. ഐതിഹ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആ കല്ലുകളൊന്നും ആരും ഉപയോഗിച്ചില്ല എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആളുകൾ പേടി കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഇതിന്റെ കല്ലുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം സ്മാരകങ്ങൾ, മുനിയറകളുടെയും ഒക്കെ സ്മാരകങ്ങൾ അലക്കുകല്ലായിട്ടും
മറ്റ് പല ആവശ്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ പാർട്സുകൾ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിനെ പറ്റിയ കേടുപാടുകൾ മുഴുവൻ തീർക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പുറകുവശത്ത് ലോറി ഇടിച്ചതാണെന്ന് പറയപ്പെടുന്ന ഈ പൊട്ടലുകളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് സംരക്ഷിച്ചെടുക്കാവുന്നതാണ്. ജൈന യക്ഷന്മാരുടെയൊക്കെ രൂപങ്ങൾ ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതിൽ ദീപങ്ങൾ തെളിയിച്ചിരുന്ന ഭാഗങ്ങൾ കാണാം. ചെറിയ 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 ജാലകങ്ങൾ ഇതിനുള്ളിൽ കാണാം. തീർച്ചയായിട്ടും നമ്മൾ കാസർഗോഡ് കടൽ തീരത്ത് കണ്ട, മഞ്ചേശ്വരത്ത് കടൽ തീരത്ത് കണ്ട ആ കോവിലുമായിട്ടും ഒക്കെ ഇതിന് സാമ്യമുണ്ട്. വയനാട്ടിലെ വിഷ്ണുകുടി, ജനാർദ്ദനകുടി ഒക്കെ ഇതുമായിട്ട് സാമ്യമുള്ള ക്ഷേത്രങ്ങളാണ്. വളരെ പ്രത്യേകതയുള്ള ഡൂമോട് കൂടിയ ഈ കട്ടിൽമാടം സംരക്ഷിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അധികൃതരും ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ സംരക്ഷണം സർക്കാർ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇത് നമ്മളുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒന്നാണ്. ഈ കണ്ണി വളരെ കൃത്യമായിട്ട് ഇതേ സ്ഥാനത്ത് തന്നെ സംരക്ഷിക്കണം. ഈ കട്ടിൽമാടത്തേക്കാൾ വലുതായി ഈ സ്ഥാനത്തൊന്നുമില്ല എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ട മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. ഇത് നശിക്കപ്പെട്ടു പോയില്ല എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വീണ്ടെടുപ്പാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പിന്റെ നിർണായകമായ ഇടപെടലുകൾ കട്ടിൽമാടത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നിരവധി സ്മാരകങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വളരെ ഭംഗിയായിട്ട് വരുംകാല തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ വിവരണങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ശ്രദ്ധ കട്ടിൽമാടത്തിന്റെ കാര്യത്തിലും ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കട്ടിൽമാടം നമ്മുടെ എല്ലാം ഒരു പൊതു സ്മാരകമാണ്, ഒരു പൈതൃക സ്മാരകമാണ്. ഈ കട്ടിൽമാടം ഏറ്റവും അടിയന്തരമായിട്ട് സംരക്ഷിച്ച് ഇതിന്റെ എല്ലാ കേടുപാടുകളും എത്രയും പെട്ടെന്ന് തീർത്ത് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തോടുകൂടി സഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കും വിദേശികൾക്കും മുമ്പിൽ തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കട്ടിൽമാടത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ പൈതൃക സ്മാരകത്തിന് അർഹമായ പരിഗണന ലഭിക്കാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും മുൻപിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.